എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ ഈ കുട്ടികൾക്കൊപ്പമാണ്, പെൺകുട്ടികൾക്കൊപ്പമാണ്, നമ്മളെ വീടുകളിലൊക്കെ കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഘട്ടത്തിലും നമ്മളിതിൽ ഇടപെട്ടില്ല. മാത്രമല്ല ദൈനംദിനമായിട്ട് പോലീസിൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന ഒരാളല്ല ഞാൻ. ഇപ്പം ഒരു കേസിലും നമ്മളിപ്പോൾ പ്രത്യക്ഷമായിട്ട് പോലീസ് എങ്ങനെ അന്വേഷിക്കണം, എന്ത് ചെയ്യണമെന്നും നമ്മളൊരു കാലത്തും പോവാറില്ല, ഇടപെടാറില്ല. പോലീസ് അതിൻ്റെ സംവിധാനമായിട്ട് പോകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഘട്ടത്തിലും നമ്മളിതിൽ ഇടപെട്ടില്ല. ഏതെങ്കിലും പോലീസ് ഓഫീസറെ വിളിക്കുകയെ സംസാരിക്കുകയെ അങ്ങനെ ഒരു ഘട്ടത്തിലും നമ്മളുണ്ടായില്ല. ഞാനും വൈകി അറിഞ്ഞ ആളാണ്, ഈ വിഷയം വൈകി അറിഞ്ഞ ഒരാളാണ്. ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഫോണ് മാഷ് ഇടപെട്ടിട്ടാണ് ആ പ്രതിക്ക് തിരിച്ചു കൊടുത്തത് എന്നുള്ളതാണ്. മാഷ് അങ്ങനെ ആ ആവശ്യമായിട്ട് സ്റ്റേഷനിൽ പോയിരുന്നു. ഞാൻ ഈ വിഷയം അറിയുന്നത് ഈ സാന്ദ്ര എന്നുള്ള കുട്ടിയാണ് പറയുന്നത് ഫോൺ പോലീസ് സ്റ്റേഷൻ തിരിച്ചു കൊടുത്തുന്നില്ല. ആ വിഷയം നമ്മളുമാണ് ആദ്യമായിട്ട് അറിയുന്നത്. അങ്ങനെയാണ് ഫോൺ വാങ്ങി എന്നുള്ളതും ഇവർ സ്റ്റേഷനിൽ മുന്നേ പോയിട്ടുണ്ട്. ഫോണ് സ്റ്റേഷൻകാർ വാങ്ങി വെച്ച് തിരിച്ചു കൊടുത്തതിന് സാന്ദ്ര പറയുന്ന അറിവേ നമുക്കുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ആ രീതിയിലൊന്നും ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല, നടത്തൂല്ല. കാരണം നമ്മളെ വീട്ടിലൊക്കെ പെൺകുട്ടികളല്ലേ. അപ്പോൾ സ്റ്റേഷനിൽ പോയത് മറ്റാവശ്യം. സ്റ്റേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 17-ാം തീയതി തോന്നുന്നു വൈഫിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കൈ നന്നായിട്ട് പൊട്ടിയൊരു സർജറി കഴിഞ്ഞ് വഴി ഞാനും ഭാര്യയും കൂടി തന്നെയാണ് സ്റ്റേഷൻ്റെ മുന്നിൽ എത്തിയത്. അപ്പം വെച്ചാൽ ഇൻറ്റിമേഷൻ അവിടെ എത്തിയോന്നുള്ള ഒന്നറിയണം. അപ്പോൾ അവിടെ SI ഉണ്ടോ CI ഉണ്ടോ ഞാൻ നോക്കിയില്ല. അവിടെ ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നു. വനിതാ പോലീസ് രജിസ്റ്റർ നോക്കിയിട്ട് ഇല്ല എന്ന് പറഞ്ഞു. അവിടെ ഈ സുനിൽ ദത്തയും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞാൻ പോരുകയും ചെയ്തു. ഇതിൽ ഇവർ നമുക്ക് പരിചയമുള്ള ആളാണല്ലോ, നല്ല പരിചയമുള്ള ഈ അമ്മയും അച്ഛനും നമുക്ക് നല്ല പരിചയമുള്ള ആളാണ്. നമ്മളെ ശിശുവിദ്യാലയം എന്ന് പറയുന്ന അവിടുത്തെ സ്റ്റാഫാണ്, ഒക്കെയാണ്, നല്ല പരിചയമാണ്. പക്ഷേ ഈ കുട്ടി ക്രൈം ചെയ്തോ ഇല്ലയെന്നൊക്കെ പോലീസല്ലേ തെളിയിക്കേണ്ടത്. അതിൽ നമുക്കതിൽ ഇടപെടാനൊന്നുമില്ല, ഇടപെടാനൊന്നുമില്ല. കാരണം നൂറുകണക്കിന് പെൺകുട്ടികളുടെ പ്രശ്നമില്ല ഇത്. അപ്പോൾ നമ്മളെ വീടുകളിലെ പെൺകുട്ടി ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു ക്രൈമാണ് എങ്കിൽ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്, അതിൽ ശിക്ഷ നടപ്പാക്കേണ്ടത് കോടതിയാണ്. നമുക്കിതിലൊരു കാര്യമില്ല. തെറ്റ് നിർബന്ധമാണെന്ന്. ഇതാ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ടതല്ലേ. ഇനി ഏതെങ്കിലും ഒരാൾ പോയിട്ട് പറഞ്ഞാൽ അത് ഒഴിവാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞാൽ കേസെടുക്കുക, അങ്ങനെയല്ലല്ലോ. പോലീസ് സംവിധാനത്തിൽ വിശ്വസിക്കുക. നമുക്കതിലൊരു നിലപാടും അതിലില്ല. കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം.